ഒരു സ്ട്രോങ് ഡിജിറ്റലൈസേഷൻ, ഒരു സ്ട്രോങ് ടെക്നോളജി ഗ്രോത്ത്, സ്ട്രോങ് ഇക്കണോമിക് ഗ്രോത്ത് ഇൻ്റെ ഈ കോണ്ടെക്സ്റ്റിൽ കേരളത്തിൻ്റെ ടെക്നോളജി ഇക്കോസിസ്റ്റം, ടെക്നോളജി സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, അതിൻ്റെ കൂടെ സ്കില്ലിങ്ങും ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഇക്കോസിസ്റ്റമിനെ ഒന്ന് അസസ് ചെയ്യാൻ, അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിൽ എന്തെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ്റെ ഒരു നീഡുണ്ട്, അതെല്ലാം അസസ് ചെയ്യാനാണ് ഞാൻ വന്നത്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഒന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 19 മാസം മുമ്പ് ഈ കോവിഡ് സ്റ്റാർട്ടാകുമ്പോൾ മാർച്ച് 2020 ഫ്ലാഷ് ബാക്ക് ഒന്ന് കുറച്ച് നമ്മൾ റീവൈൻഡ് ചെയ്തതാണ്. ആ ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടർ ഏപ്രിൽ ടു ജൂൺ, ഏപ്രിൽ 20, മെയ് 20, 2020 ഒരു ടോട്ടൽ ഗ്ലോബൽ കെയോസ്, ടോട്ടൽ ഒരു സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് അൺസർട്ടനിറ്റി ഹാഡ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ്. അത് ഇന്ത്യയാണോ വേൾഡാണോ, ഇതൊരു അൺപ്രസിഡൻറ്റഡ് പാൻഡമിക്. ഈ ഡിസീസിനെ പറ്റി ആർക്കൊന്നും ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ക്യൂർ എന്താണ് അത് ആർക്കും മനസ്സിലായില്ല. അതിൻ്റെ ഡീപ്പ് ഇക്കണോമിക് ഇമ്പാക്റ്റ് അതിനെപ്പറ്റിയും ആൾക്കാർക്ക് ഒരു ഗ്ലോബലി എല്ലായിടത്തും, US ആണോ, പിന്നെ വെസ്റ്റേൺ യൂറോപ്പാണോ, ഇന്ത്യയാണോ, ജപ്പാനാണോ, എല്ലാവർക്കും ഒരു സർട്ടൺ അൺസർട്ടനിറ്റി, ഒരു കെയോസ് മാതിരി സിറ്റുവേഷനായിരുന്നു. ഈ ഫസ്റ്റ് ക്വാർട്ടർ ആ ലോക്ക്ഡൗൺ ഉണ്ടായപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഇക്കണോമിക് കോൺട്രാക്ഷൻ ഒരു -24.9% ആണ് നമ്മുടെ നാഷണൽ ഇക്കോണമി കോൺട്രാക്ട് ചെയ്തത്. ജൂലൈ ഓഗസ്റ്റ് 2020 നിങ്ങളെല്ലാം ആ ഫ്ലാഷ് ബാക്ക് ചെയ്ത് ആ ട്വിറ്ററും ട്വീറ്റെല്ലാം നോക്കിയാൽ കുറേ ആൾക്കാർ, വലിയ വലിയ എക്സ്പേർട്സ്, സോ കോൾഡ് എക്സ്പേർട്സ് പറഞ്ഞു ഇന്ത്യൻ്റെ ഇൻ്റർവെൻഷൻ ഈസ് നോട്ട് ഇനഫ്, ഫിസ്ക്കൽ സ്റ്റിമുലസ് അമേരിക്കയിൽ ഭയങ്കര ജാസ്തിയാണ്, നമ്മൾ ചെയ്യുന്നില്ല, ശരിക്ക് ഇന്ത്യ തകർക്കും, ഇന്ത്യൻ്റെ ബിസിനസ് എല്ലാം വിൽ ബി ഫിനിഷ്ഡ്. അങ്ങനെയാണ് ഒരു നെറേറ്റീവ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലെല്ലാം ബില്ലായി. അതൊന്ന്. പിന്നെ ജാനുവരി 2021 കുറച്ചൊരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നു ഈ കൊല്ലം ഞങ്ങൾ വി വിൽ വാക്സിനേറ്റ് 1 ബില്യൺ ഇന്ത്യൻസ്, അത് ഞങ്ങൾ ഈ കൊല്ലം ചെയ്യും. ആ ഇഷ്യൂ, ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഉടനെ സ്കെപ്റ്റിസിസം, സിനിസിസം, ഇതെങ്ങനെയാണ് നടക്കുക, ഒരു വാക്സിൻ ഇല്ല, രണ്ടാമത്തെ വാക്സിൻ ഈസ് ഗിനി പിഗ്, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയർ ഓഫ് നെഗറ്റിവിറ്റി, ഒന്ന് ഇക്കണോമിക്, ഒന്ന് പാൻഡമിക്. ഇതെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഒക്ടോബർ 21, 2021 വന്ന ഇന്ത്യ ഹാസ് delivered more than 100 crore doses of vaccine. India is one of the few countries in the world that has manufactured all its vaccines, all the 100 crore vaccines. India's economy is now an economy in the world. India is receiving the highest amount of foreign direct investment in the world. And ഈ ടെക്നോളജി സ്പെസിഫിക്കലി നോക്കുമ്പോൾ ടെക്നോളജി സ്റ്റാർട്ടപ്സ് ഈ കോവിഡിൻ്റെ ടൈമിൽ 2 സ്റ്റാർട്ടപ്സ് എവറി മന്ത്, യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ $1 billion വാല്യൂ ഉള്ള സ്റ്റാർട്ടപ്സ് 2 per month. ആൻഡ് ടുഡേ വി ആർ at 36 unicorns and expected to touch 200 unicorns by 2024. ഇതാണ് സ്ഥിതി. ഈ സ്ഥിതി കമ്പയർ ചെയ്യൂ to what was said in June, July 2020. ഈ സ്ഥിതി പ്ലീസ് കമ്പയർ ടു ജാനുവരി 2021 ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു, സിനിസിസം മോക്ക് ചെയ്തു ഈ 1 ബില്യൺ വാക്സിനേഷനെ പറ്റി. ഇതിൻ്റെ എല്ലാം ഒരു മീനിങ് ഉണ്ട്. ഇതൊരു റെസിലിയൻറ്റ് കൺട്രി, ഒരു കോൺഫിഡൻറ്റ് ന്യൂ ഇന്ത്യ, ഒരു ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു ന്യൂ ഇക്കണോമിക് ഐഡിയോളജി ഈസ് സക്സീഡിങ് ആൻഡ് വിന്നിങ്. അത് വിന്നിങ് എന്താ ഞാൻ പറഞ്ഞത്, അമേരിക്ക മാതിരി കൺട്രിയിൽ അവരുടെ സ്റ്റിമുലസ് പാക്കേജ് 10 ഇരട്ടിയായിരുന്നു ഇന്ത്യൻ്റെ. ബട്ട് ദേ ആർ സഫറിങ് ടുഡേ ഫ്രം ഇൻഫ്ലേഷൻ,
they are suffering from high costs, they are suffering from an economy that is going off the rails. ഇതിൽ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ആത്മനിർഭർ ഭാരത് ഇക്കോണമി. അതിലൊരു കമ്പെൻഡിയം ഓഫ് ആർട്ടിക്കിൾസ് ബൈ ലീഡിങ് ഇക്കണോമിക് റൈറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. അതിൽ എല്ലാവരും പറയുന്നത് ഇന്ത്യ ഈസ് ലക്കി for the fact that the leadership of India did a calibrated economic policy and did not overspend and did just the right amount by protecting the poor and protecting the small business. അതായിരുന്നു പ്രയോറിറ്റി പ്രൈം മിനിസ്റ്റർ മോദിൻ്റെ. അത് ചെയ്തു. നമ്മളുടെ ഇക്കോണമി സോഫ്റ്റ് ലാൻഡ് ചെയ്തു, റീബൗണ്ട് ചെയ്യുന്നു, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആവുന്നു. ഈ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു റീസണാണ്. ഈ ഒരു മൂവ്മെൻറ്റ്, ടെക്നോളജി അഡോപ്ഷൻ, വേൾഡ് ഈസ് ലുക്കിംഗ് അറ്റ് ഇന്ത്യ ഫോർ ടെക്നോളജി, അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് എല്ലാ സ്റ്റേറ്റിലും കാണുന്നുണ്ട്. ഈ യൂണിക്കോൺസ് വരുന്നത് വേറെ വേറെ സ്റ്റേറ്റിൽ. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ആപ്പിളിൻ്റെ ഫാക്ടറി വരുന്നു, ചെന്നൈയിൽ വരുന്നു, ബാംഗ്ലൂരിൽ വരുന്നു. സാംസുങ്ങിൻ്റെ ഫാക്ടറി വരുന്നു, നോയിഡയിൽ വരുന്നു, ഹൈദരാബാദിൽ വരുന്നു. അങ്ങനെ ഓരോരോ കമ്പനീസ്, ഫോറിൻ കമ്പനീസ്, ഇലക്ട്രോണിക്സ് കമ്പനീസ് എല്ലാം ചൈന വിട്ടിട്ട് വേറെ വേറെ ഓൾട്ടർനേറ്റ് ഡെസ്റ്റിനേഷൻ നോക്കുമ്പോൾ ഇന്ത്യയിൽ വന്ന് പ്ലാന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വന്ന ഉദ്ദേശം ഈ മൂവ്മെൻറ്റ്, ദിസ് റെവല്യൂഷൻ ഓഫ് ടെക്നോളജി, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക്സ് ഇവിടെ വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഗവൺമെൻറ് വലിയ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടുത്തെ യൂണിക്കോൺസ്, മേക്കർ വില്ലേജ് യൂണിക്കോൺസ് ആണോ, ടെക്നോ പാർക്ക് യൂണിക്കോൺ, ഇവിടുത്തെ സ്റ്റാർട്ടപ്സ്, മേക്കർ വില്ലേജ് സ്റ്റാർട്ടപ്സ് ആണോ, ടെക്നോ പാർക്ക് സ്റ്റാർട്ടപ്സ് ആണോ, അവർക്ക് യൂണിക്കോൺ ആവാൻ എന്ത് സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ സ്കില്ലിങ്ങിന് എന്ത് തരം ഒരു ഫെസിലിറ്റീസ് വി ക്യാൻ ക്രിയേറ്റ്? ആ അസസ്മെൻറ്റിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ് വാസ് എ യൂസ്ഫുൾ വിസിറ്റ്, വെരി ഫ്രൂട്ട്ഫുൾ വിസിറ്റ്. ആൻഡ് ഐ ഫീൽ ഇവിടെ എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുന്നില്ല, ബട്ട് കേരളയ്ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് അതിനെ റിയലൈസ് ചെയ്യാൻ കുറച്ചൊരു പണി ചെയ്യേണ്ടി വരും. താങ്ക് യു. ക്വസ്റ്റ്യൻസ് അല്ലേ? എവിടെ അല്ലല്ല, ഞാൻ ഇപ്പോൾ ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ, ഡിജിറ്റൽ ഇന്ത്യ ആണ് 2014 സ്റ്റാർട്ട് ചെയ്തപ്പോൾ, പ്രൈം മിനിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ഇൻക്ലൂഡഡ് മാനുഫാക്ചറിങ്, സോഫ്റ്റ്വെയർ സർവീസസ്, ഇൻ്റർനെറ്റ്, പിന്നെ ഈ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഡിസൈൻ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് മാനുഫാക്ചറിങ്. അതെല്ലാം കണക്കിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് $1 trillion ഇക്കോണമി, ഡിജിറ്റൽ ഇക്കോണമി ഇന്ത്യയിലാവണം. അതിൽ ഓഫ് കോഴ്സ് ഇന്ത്യയിൽ ഡിജിറ്റൽ ഇക്കോണമി ആവുന്നത് സ്റ്റേറ്റിൻ്റെ, ഈച്ച് സ്റ്റേറ്റിൻ്റെ ഒരു എല്ലാ സ്റ്റേറ്റിലും ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആസ് എ സം ഇന്ത്യാസ് ഡിജിറ്റൽ ഇക്കോണമി വിൽ ഗ്രോ. അപ്പോൾ ഞങ്ങളുടെ ഫോക്കസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഫോക്കസ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ ഫോക്കസ് ഒരു ടോട്ടൽ ഡിജിറ്റൽ ഇക്കോണമി $1 trillion ആക്കണം. അതിൽ സോഫ്റ്റ്വെയർ സർവീസസ്, ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഡിസൈൻ ഡെവലപ്മെൻറ്റ്സ്, ആ എല്ലാത്തിനും ഒരു കോമ്പണൻ്റ് ഉണ്ട്. ഇപ്പോൾ കാണുന്നൊരു ഫിനോമിനൻ, ഈ ഇലക്ട്രോണിക്സിൻ്റെ, ഗ്ലോബൽ ഇലക്ട്രോണിക്സിൻ്റെ 50%, 55% ഷെയറാണ് ചൈനയ്ക്കുള്ളത്, മാനുഫാക്ചറിങ് ബേസ്. ഈ കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാ വെസ്റ്റേൺ കൺട്രീസ്, ജാപ്പനീസ് കമ്പനീസ്, വെസ്റ്റേൺ കമ്പനീസ്, ജാപ്പനീസ് കമ്പനീസ്, കൊറിയൻ കമ്പനീസ്, അവരുടെ ബേസ് ചൈനയിൽ നിന്ന് മാറി അവർക്ക് അവരുടെ സപ്ലൈ ചെയിൻ, അതിൻ്റെ ഫ്രേസാണ് സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ട്രസ്റ്റഡ് ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. അതിനുവേണ്ടി അവർ നോക്കുന്നു ഇന്ത്യ, അവർ നോക്കുന്നു വിയറ്റ്നാം, അവർ നോക്കുന്നു, അങ്ങനെ 2-3 കൺട്രീസ് നോക്കുന്നു. ഇന്ത്യൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വി ഹാവ് എ ലാർജ് മാർക്കറ്റ്, വി ആർ എ ലാർജ് കൺസംഷൻ മാർക്കറ്റ് ഫോർ ഡിജിറ്റൽ പ്രോഡക്ട്സ് വിച്ച് ഡിജിറ്റൈസേഷൻ. അപ്പോൾ അവരുടെ ഫസ്റ്റ് ചോയ്സ് ഇന്ത്യ. അവർ വരുന്നു, നോക്കുന്നു,
പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നു. ഇപ്പോൾ അറിയില്ലേ, ആപ്പിൾ മാതിരി ഒരു ഇന്റർനാഷണൽ കമ്പനി, ദേ ആർ മേക്കിംഗ് ഫോൺസ് ഇൻ ഇന്ത്യ. അവരുടെ ഫോൺ ഉണ്ടാക്കുന്നത് ചെന്നൈയിലും ബാംഗ്ലൂരിലും. സാംസുങ്, വിച്ച് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫോൺ മാനുഫാക്ചറേഴ്സ് ഇൻ ദ വേൾഡ്, ആർ മേക്കിംഗ് ദ ഫോൺസ് ഇൻ നോയിഡ ആൻഡ് കോമ്പോണൻറ്റ്സ് അതർ പാർട്സ് ഓഫ് ദ കൺട്രി. ഇതൊരു മൂവ്മെന്റ് ആണ്. ഇത് തുടങ്ങിയത് പ്രീ കോവിഡ്, ബട്ട് പോസ്റ്റ് കോവിഡ് ഇതൊരു ആക്സലറേറ്റഡ് റേറ്റിലാണ് അവിടുന്ന് മൂവ് ചെയ്യുന്നത്. എവിടുന്ന്? ചൈനയിൽ നിന്ന്. അവിടുന്ന് മൂവ് ചെയ്യുന്നത് വിയറ്റ്നാം, ഇന്ത്യ ആൻഡ് ടു അതർ കൺട്രീസ്. ഇതിൽ ഞാനിപ്പോൾ പബ്ലിക്ലി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ Y2K മൂവ്മെന്റ് ഫോർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. Y2K മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫ്ലക്ഷൻ പോയിന്റ്. ഇത് ഈ ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ ഫോർ നെക്സ്റ്റ് 2 to 3 years. ആ 3 കൊല്ലം കഴിഞ്ഞിട്ട് ചൈനയിൽ നിന്ന് പോകുന്നത് പോവും. അത് വിയറ്റ്നാം പോകണമെങ്കിൽ അവിടെ പോയിരിക്കും, ഇന്ത്യ വരാണെങ്കിൽ ഇന്ത്യ വരും, അവിടുന്ന് മാറില്ല. സോ ഇതൊരു ലിമിറ്റഡ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് ആന്ധ്രാപ്രദേശ്, UP, തമിഴ്നാട്, കർണാടക അങ്ങനെ സ്റ്റേറ്റ് എല്ലാം നന്നായി അഗ്രസീവായിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം വെൽക്കം ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ടെക്നോ പാർക്കിന്റെ നെക്സ്റ്റ് ഫേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ഗവൺമെന്റ് ഇന്ത്യയുടെ ഭാഗത്ത് ഞങ്ങൾ ഇതിൽ ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ. ഞങ്ങളുടെ റോള് ഒരു എനേബിളിംഗ് റോളാണ്. ഞങ്ങളുടെ റോൾ ഇനേബിളിംഗ് റോളാണ്. ഞങ്ങളുടെ റോൾ ഒരു കോ ഇൻവെസ്റ്റ്മെന്റ് റോളാണ്. ഫോർ എക്സാമ്പിൾ മേക്കർ വില്ലേജ്, അതൊരു ഫ്രാങ്ക്ലി ഒരു ഹൈ ക്വാളിറ്റി വേൾഡ് ക്ലാസ് സെൻ്ററാണത്. അത് സപ്പോർട്ടഡ് ബൈ എൻ്റെ മിനിസ്ട്രി മേറ്റി. അതേമാതിരി ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ രാജസ്ഥാനിൽ, UP-യിൽ, തെലങ്കാനയിൽ, ആന്ധ്രയിൽ, ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 50% ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതാണ്. ഒരു നല്ല പ്രപ്പോസൽ ഉണ്ട്, പ്രൊആക്റ്റീവ് പ്രപ്പോസൽ ഉണ്ട്, പ്രാക്ടിക്കൽ പ്രപ്പോസൽ ഉണ്ട്, സസ്റ്റൈനബിൾ പ്രപ്പോസൽ ഉണ്ട്, വയബിൾ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രൈം മിനിസ്റ്റർ മോദി വിൽ 100% സപ്പോർട്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി ഈ $1 trillion ഡിജിറ്റൽ ഇക്കോണമി വരുന്നത് ഫ്രം ഈച്ച് സ്റ്റേറ്റ്, അതെല്ലാം ഡൽഹിയിലല്ലല്ലോ. So it is in the interest of the country that each state prospers, each state in the startups succeed. അതൊരു ഓവറോൾ നാഷണൽ ബെനിഫിറ്റിനാണ്. നോക്കൂ, ഡിജിറ്റൽ ഈസ് ദി വൺ സെഗ്മെന്റ്. ഡിജിറ്റലിലാണ് ഏറ്റവും നെറ്റ് എഡിഷൻ ഓഫ് ജോബ്സ് ആയിരിക്കുന്നത്. ഈ കൊല്ലം, ദിസ് ഇയർ 2021 alone 8 lakh new job additions has happened in digital. Digital എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് പ്ലസ് ഡിജിറ്റൽ സർവീസസ് ആൻഡ് ടെക്നോളജി. അതുകൊണ്ട് എനിക്ക് 2 പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ. ഒരു ടെക്നോളജി ഉണ്ട്, ഒരു സ്കില്ലിംഗ് ഉണ്ട്. ആ സ്കില്ലിംഗ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ ചില വലിയ വലിയ കമ്പനീസ്, ടെക്നോളജി കമ്പനീസ്, അവർ പുറത്തു പോയിട്ടാണ് ഹയർ ചെയ്യുന്നത്. ഞാൻ പേര് പറയണില്ല. 2 companies, largest Indian technology companies, have had to go to Canada and hire 6,000 engineers. അതെന്തിനാ? ആ സ്പെസിഫിക് സ്കിൽസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കിൽസ് ഇവിടെ കിട്ടിയിട്ടില്ല. എന്നല്ല, ഇവിടെ ഡിമാൻഡ് വേഴ്സസ് ഗ്യാപ്പ്, കുറച്ചൊരു സപ്ലൈ മിസ്മാച്ച് ഉണ്ടായിരുന്നു. സോ പോസ്റ്റ് കോവിഡ് ഡിജിറ്റലൈസേഷൻ ഡിമാൻഡ് ഫ്രം ദ വേൾഡ് ഈസ് അറ്റ് എൻ ഓൾ ടൈം ഹൈ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു അൺപ്രസിഡന്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്ക്. അത് ഇന്ത്യ പ്ലസ് തെലങ്കാന, ഇന്ത്യ പ്ലസ് കേരള, ഇന്ത്യ പ്ലസ് കർണാടക, ഇന്ത്യ പ്ലസ് ആന്ധ്ര, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓൾ ദീസ് സ്റ്റേറ്റ്സ്. സോ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ സ്റ്റേറ്റ് വിച്ച് ഹാസ് പൊട്ടൻഷ്യൽ ടു ഗോ ടു ദോസ് സ്റ്റേറ്റ്സ് ആൻഡ് സേ ഗ്രോ, ഇൻവെസ്റ്റ്, സ്കിൽ, ക്രിയേറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. വെൽക്കം ചെയ്യും ആൾക്കാരെ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യട്ടെ, ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യട്ടെ. ബിക്കോസ് ഈ ജോബ് ഇവിടെ വന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ സംവെയർ എൽസ്. എനിക്ക് വേണ്ടത്, പ്രൈം മിനിസ്റ്റർ വേണ്ടത്, ജോബ് ഷുഡ് കം ടു ഇന്ത്യ. അത് ഇന്ത്യ കേരളയാണോ, അത് ഇന്ത്യ കർണാടകയാണോ, എവിടെയെങ്കിലും. ബട്ട് ഇവിടെ വന്നില്ല, ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു വിയറ്റ്നാം, ഇറ്റ് വിൽ ഗോ ടു ജപ്പാൻ, ഇറ്റ് വിൽ ഗോ ടു കൊറിയ. അത് നമുക്ക് നല്ലതല്ല. സോ വി ആർ ആ മോഡിലാണ് ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് ഒരു പ്രപ്പോസൽ വന്നിട്ടില്ല. അല്ല, സാധ്യത എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യൽ അല്ലേ. ഞാനിപ്പോൾ ഒരു കേരള ഓൺട്രപ്രണർ അല്ല. എൻ്റെ ഓൺട്രപ്രണർഷിപ്പ് ഐ സ്റ്റാർട്ടഡ് ഇൻ കേരള. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഓൺട്രപ്രണർ ആകുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസും ഉള്ള സ്ട്രഗിളെല്ലാം എനിക്കറിയാം.
ഇപ്പോൾ ഒരു എന്താ പറഞ്ഞ അസ്ട്രോളജിയിൽ ഒരു എല്ലാ പ്ലാനറ്റ്സ് അലൈൻഡ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഇസ് സപ്പോർട്ടിങ്, വേൾഡ് ഇസ് വാണ്ടിങ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റീസ്. കാശിൻ്റെ ഒരു കമ്മിയില്ല, ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഷോർട്ടേജ് ഇല്ല. അതിപ്പോ ഒന്ന് എണീറ്റിട്ട് കുറച്ചൊരു എനർജി കാണിക്കണം, ഒന്ന് കുറച്ച് ആ ഓപ്പർച്യൂണിറ്റീൻ്റെ പിന്നെ ഒന്ന് ഓടണം. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്ലേറ്റിൽ ഗിഫ്റ്റ് റാപ്പായിട്ട് വരില്ല. അത് ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് കം ലൈക്ക് ദാറ്റ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഐ എം ബീങ് ഫ്രാങ്ക്. ഞാനൊരു ഇതിൽ ഇന്ന് പോളിറ്റിക്സ് ഒന്നല്ല കളിക്കുന്നത്. ഇന്ന് ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് വീക്ക് 2 weeks ago ഒരു ഡെലിഗേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കമ്പനീസ് കെയിം ടു വിസിറ്റ് മീ. അവർക്കെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, കോമ്പോണൻറ്റ്സ്, PCBs, ചിലത് ചെറിയ കമ്പനി, ചിലൊരു മീഡിയം സൈസ് കമ്പനി. അവരെല്ലാം സപ്ലയേഴ്സാണ്, ഈ വലിയ കമ്പനിക്ക് സപ്ലയേഴ്സാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണം? അല്ല, ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിലാണ് ബേസ് ആവേണ്ടത്. ഏതാ ചോയ്സ്? ചെന്നൈ. അതെന്താ ചെന്നൈ? അല്ല, അതിനെപ്പറ്റി നല്ല കേട്ടിട്ടുണ്ട്. സെക്കൻഡ് ചോയ്സ് ബാംഗ്ലൂർ. അത് ചെന്നൈയും കേരള 200 kilometers ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഞാനൊരു ജോക്ക് മീൻസ് കുറച്ച് വൈ നോട്ട് കേരള? അയ്യോ വേണ്ട. നോട്ട് ബിക്കോസ് ഓഫ് എനി ഫാക്ട്സ്, ഒരു പെർസെപ്ഷൻ. അവരിയ്ക്കുന്നത് ഇപ്പോൾ ഒരു 3000 kilometers ദൂരെ ഇരിക്കുന്നു. അവരുടെ പെർസെപ്ഷനിൽ ചെന്നൈ ഈസ് മച്ച് ബെറ്റർ, മച്ച് സേഫർ, മച്ച് മോർ ലോ ആൻഡ് ഓർഡർ ആൻഡ് മച്ച് മോർ ബെറ്റർ ഫോർ എഞ്ചിനീയേഴ്സ് ദാൻ ഈവൻ ബാംഗ്ലൂർ ഓർ കേരള. സെക്കൻഡ് ചോയ്സ് ചോദിക്കുമ്പോൾ ബാംഗ്ലൂർ. സോ പെർസെപ്ഷൻ, മാർക്കറ്റിംഗ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ, ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസാണ്. ഇത് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ദേ വിൽ നോട്ട് കം ഇവിടെ ബേസ്ഡ് ഓൺ ഓൺലി നമ്മുടെ പൊട്ടൻഷ്യൽ. സോ ഐ ഫീൽ കുറച്ചൊരു പണി ചെയ്യാനുണ്ട്. അത് ഞാൻ ആർക്കും അഡ്വൈസ് ഒന്നും കൊടുക്കാൻ വന്നതല്ല. അത് അറിയുന്ന ആൾക്കാർക്ക് അറിയും, അറിയാത്തത് അറിയില്ല. അല്ല, പെർസെപ്ഷൻ. ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് മെയിൻലി ഓൺ ഒരു പെർസെപ്ഷൻ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ചൊരു സയൻസും ഉണ്ട്, ഡിസ്റ്റൻസ് ടു മാർക്കറ്റ്, ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അതെല്ലാം ഉണ്ടാവും. ബട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാത്തിൻ്റെ ഒരു പെർസെപ്ഷൻ ആയിരിക്കും. എല്ലാവരും ബാംഗ്ലൂർ പോകുന്ന എന്തിനാ? IT-ക്ക്. അതൊരു പെർസെപ്ഷൻ. അവിടെ എല്ലാവരും പോകുന്നു, അത് നല്ല സ്ഥലമാണ്, കുറേ IT എഞ്ചിനീയേഴ്സ് കിട്ടും, അവർ പോകണം. അവരുടെ സയന്റിഫിക് അനാലിസിസ് ചെയ്തിട്ടൊന്നല്ല പോകുന്നത്. ജിടെക്സ് പോലെ ഒരു ട്രേഡ് ഷോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? അല്ല, ഞങ്ങളിപ്പോൾ ട്രേഡ് ഷോ ചെയ്യാൻ തയ്യാറാണ്, എന്ത് ചെയ്യാൻ തയ്യാറാണ്. അത് എന്ത് സജഷൻ. ഞാനിപ്പോൾ എല്ലാ ദിവസവും എവറി മീറ്റിംഗ് എല്ലാ ആൾക്കാരോട് ചോദിക്കുന്നു, എന്താ സജഷൻ തരൂ, സ്കില്ലിങ്ങിൽ എന്തെങ്കിലും വേണോ? ഇന്നത്തെ ഒരു മീറ്റിങ്ങിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്തോ സ്കില്ലിങ്ങിനെ പറ്റി പറഞ്ഞു. ഐ എം ഓപ്പൺ ടു ഡിസ്കസിങ് ഇറ്റ്. വി ആർ ഫുള്ളി സപ്പോർട്ടീവ് ഫോർ ദ സക്സസ് ഓഫ് കേരള ഓൺടർപ്രണേഴ്സ്. അത് എഴുതി വെച്ചോളൂ. വി ആർ അബ്സൊല്യൂട്ട്ലി കമ്മിറ്റഡ്. അത് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്കൊരു മിഷനാണ്. ഈ സക്സസ് ഇവിടെ ചെയ്യും. പിന്നെ എനിക്കൊരു പേഴ്സണൽ ആംഗിൾ ഉണ്ടല്ലോ. ഞാനിവിടെ സക്സീഡ് ആളാണ്. ഇവിടെ ഞാൻ ഇന്നലെ മേക്കർ വില്ലേജ് പോയി, ഇന്ന് ടെക്നോ പാർക്ക് പോയി. ആ എനർജി, ആ കമ്മിറ്റ്മെൻറ്റ്, അതിലൊരു ഡിഫറൻസും ഇല്ല. ബാംഗ്ലൂരിൻ്റെ ഓൺടർപ്രണറുടെ എനർജിയും ഡിഫറൻസും നമ്മളെ കേരള എനർജി ഓൺടർപ്രണേഴ്സിൻ്റെ എനർജിയും ഒരു ഡിഫറൻസും ഇല്ല. സോ സക്സസ് വരണം ഇവിടെ. അതാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഉണ്ടാവണം യൂണിക്കോൺ, എവിടെ ഉണ്ടാവണം സക്സസ്. അല്ല, സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മിന്നാന്ന് ആരോ ചോദിച്ചു എന്നോട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നെറ്റ്വർക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ 5 കൊല്ലത്തിൽ ഡെവലപ്പ് ചെയ്ത നെറ്റ്വർക്ക് 14,800 ITI, 14,000+ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ദാറ്റ് ഈസ് സ്കിൽ ഇന്ത്യ ട്രെയിനിങ് സെൻറ്റേഴ്സ്. പിന്നെ 704 മോഡൽ PMKKs, പ്രൈം മിനിസ്റ്റർ കൗശൽ കേന്ദ്രാസ്. പിന്നെ ഒരു 730% ജനശിക്ഷൺ സെൻസാണ് ഈ NGO ഡ്രിവൻ ട്രെയിനിങ്. അത് ഈ വിമൻ ഫോക്കസ്. ഞാൻ ഇന്നലെ കൊച്ചിയിലൊരു JSS പോയിട്ടുണ്ട്. JSSനെ ഞങ്ങൾക്ക് വി വോണ്ട് ടു ഡബിൾ ഇറ്റ്. അല്ല, സോറി, ഇറ്റ് ഇസ് നോട്ട് 700 JSS, 304 ഓൾ ഇന്ത്യ. ആ JSSനെ വി ആർ ഗോയിങ് ടു ഡെവലപ്പ്. അതൊരു ഇറ്റ് ഈസ് എ വെരി എഫക്റ്റീവ് വേ ഓഫ് ട്രെയിനിങ് വിമൻ ആൻഡ് എംപവറിങ് വിമൻ.
അത് ഏത് വയസ്സായാലും വിമൻ ക്യാൻ ഗോ ലേൺ മൾട്ടിപ്പിൾ ട്രേഡ്സ് 9-10 ട്രേഡ് ഉണ്ട്. അവർക്കൊരു സെൽഫ് എംപവർമെൻറ്റിൻ്റെ ഒരു വലിയ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അത് ഞങ്ങൾ ഡബിൾ ചെയ്യാൻ പോവുക. കേരളയിൽ ഇപ്പോൾ ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു JSS ഉണ്ട്. അതിന് ഡബിൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻജിനീയറിംഗ് കോളേജും സ്കൂളിലും ബിക്കോസ് ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈ വൊക്കേഷണൽ ട്രെയിനിങ് സ്കിൽ ഹബ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ കുട്ടികൾക്ക് തന്നെ 6th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ദേ വിൽ ഗെറ്റ് എക്സ്പോസ് ടു വൊക്കേഷണൽ സ്കിൽസ്. അത് കമ്പ്യൂട്ടർ സ്കിൽസ് ആണോ, അത് വേറെ എന്തെങ്കിലും സ്കിൽസ് ആണോ, ഇലക്ട്രോണിക് സ്കിൽസ് ആണോ, എന്തെങ്കിലും കാർപ്പൻട്രി സ്കിൽസ് ആണോ, അതുമാതിരി ഒരു കരിക്കുലർ ഇൻറ്റിഗ്രേഷൻ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് NEP 2020. അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. ബട്ട് അതർവൈസ് ഇന്ന് ആരോ ചോദിച്ചു, ടെക്നോ പാർക്കിൽ ചോദിച്ചു, ഞങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ ഹൈ ലെവൽ സ്കിൽസിനെ പറ്റി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അത് ഞങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഫണ്ടഡ് കോൾഡ് ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം. അത് നാസ്കോമിൻ്റെ ഒരു കൂടെ ചെയ്തതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സ്പെൻഡ് 460 crores, ഹാസ് കമ്മിറ്റഡ് 460 crores. അതിൽ എക്സിസ്റ്റിംഗ് IT മേഖലയിൽ ഒരു എൻജിനീയറിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണോ, മെഷീൻ ലേണിംഗ് പഠിക്കണോ, കുറച്ചൊരു ഹൈ ലെവൽ സ്കിൽസ് പഠിക്കണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ദേ ക്യാൻ ഡു ഇറ്റ്. ഈ കോവിഡ് കഴിഞ്ഞിട്ട് സ്കില്ലിംഗ് ആൻഡ് എഡ്യൂക്കേഷനിൽ പുതിയൊരു നോർമലാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ യു വിൽ സീ ഫോർ എക്സാമ്പിൾ ഇൻ January of 2022 ആൻഡ് ബിഫോർ March ഒരു നാഷണൽ എഡ്യൂക്കേഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓൾസോ വിൽ ബി ലോഞ്ച്ഡ്. അതേമാതിരി ഒരു നാഷണൽ ഡിജിറ്റൽ സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം ഓൾസോ വിൽ ബി ലോഞ്ച്ഡ്. കഴിഞ്ഞോ? ശരി, നമസ്കാരം, താങ്ക് യു.